നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. KSTP ചീഫ് എഞ്ചിനീയർ സുജാ റാണിയെ മാറ്റി. തൃശൂർ കുറ്റിപ്പുറം റോഡ് അറ്റകുറ്റപ്പണികളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി. തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന സ്രായിക്കടവ് പാലത്തിൽ വിള്ളൽ. പാലത്തിൽ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടം സംഭവിക്കുന്നത് പതിവാകുന്നു. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ. മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം ഷിരൂരിൽ. കാർഷിക സർവകലാശാലയുടെ ഡ്രഡ്ജർ എത്തിക്കുന്നതിന്റെ മുന്നോടിയായാണ് സന്ദർശനം. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നാളെ. വെള്ളാങ്കല്ലൂർ, പാവറട്ടി, മുള്ളൂർക്കര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. എരുമപ്പെട്ടി പാത്രമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്ത് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തെക്കുംകര പഞ്ചായത്ത് 1-ാം വാർഡിലെ മങ്കര പ്രദേശ നിവാസികളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്ന ആവശ്യം 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിധവാക്ഷേമ സംഘം കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. മഹിളാ മോർച്ച സംസ്ഥാന ട്രഷറർ സത്യലക്ഷ്മി ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പദ്ധതിയായ വന്യമിത്ര പദ്ധതിയും സർക്കാർ പദ്ധതിയും ഏകോപിപ്പിച്ച് വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അത്താണിയിൽ നടന്ന കർഷക സംഘം സ്പെഷ്യൽ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മുണ്ടകൻ കൃഷിക്ക് മുൻപായി പന്നികളെ തുരത്താൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം. തിരൂർ അൽഫോൺസ നഗർ കുരിശുപള്ളിയിലെ വിശുദ്ധ അൽഫോൺസാമ്മയുടെ തിരുനാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ആൻസൺ നീലങ്കാവിൽ മുഖ്യ കാർമ്മികനായി. കടവല്ലൂർ പഞ്ചായത്തിലെ പൊറവൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. അനീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാട്ടാക്കമ്പൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി പട്ടിത്തടം റോഡുകളിലെ കുഴികളിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. ഷഹീർ കോട്ടോൽ, MS ശ്രാവൺ, പ്രിൻസ് കാഞ്ഞിരത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. സീനിയർ ജേർണലിസ്റ്റ് ഫോറം സമ്മേളനം തൃശൂരിൽ നടന്നു. ഫോറം പ്രസിഡന്റ് അലക്സാണ്ടർ സാം ഉദ്ഘാടനം ചെയ്തു. ആറ്റത്ര സീനിയർ CLCയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണം നടന്നു. ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി, സിസ്റ്റർ ലിറ്റി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ പുതൂർക്കര ഡിവിഷന്റെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ MB ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ അടാട്ട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ആദരണീയം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ബബുൽനാഥ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിശ്വദർശനയുടെ 3-ാം വാർഷികവും സാഹിത്യകാരന്മാരായിരുന്ന കാറളം ബാലകൃഷ്ണൻ, നാട്ടിക ശിവറാം എന്നിവരുടെ അനുസ്മരണവും നടത്തി. റവന്യൂ മന്ത്രി K. രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ഇലത്താള വിദ്വാൻ പാഞ്ഞാൾ വേലുക്കുട്ടിക്ക് സ്വീകരണവും വീരശൃംഖല സമർപ്പണവും നടത്തുന്നതിനുള്ള ആലോചനാ യോഗം തോട്ടത്തിൽ മനയിൽ നടന്നു. കാലടി കൃഷ്ണയ്യർ അധ്യക്ഷത വഹിച്ചു. SSF തൃശൂർ ഡിവിഷൻ കമ്മിറ്റി കോടാലിയിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവത്തിൽ വരന്തരപ്പള്ളി സെക്ടർ ജേതാക്കളായി. കാളത്തോട് സെക്ടർ 2-ാം സ്ഥാനവും മറ്റത്തൂർ സെക്ടർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ ജില്ലാ പ്രവർത്തക യോഗവും ചേംബർ ഓഫ് കൊമേഴ്സ് ബിസിനസ് മീറ്റും തൃശൂരിൽ നടന്നു. ഫൗണ്ടേഷൻ സംസ്ഥാന ട്രഷറർ VU മോഹനൻ ഉദ്ഘാടനം ചെയ്തു. SC/ST ഫെഡറേഷൻ പഞ്ചായത്ത് സമ്മേളനം മുല്ലശ്ശേരിയിൽ ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടറി സജൻ അധ്യക്ഷനായി.
കനത്ത മഴയെ തുടർന്ന് പത്താഴക്കുണ്ട് ഡാം നിറഞ്ഞതിനെ തുടർന്ന് ഡാമിന്റെ 3 ഷട്ടറുകൾ തുറന്നു. പരമാവധി ജലസംഭരണ ശേഷി 14 മീറ്ററുള്ള ഡാമിൽ ജലനിരപ്പ് 13 മീറ്ററായി ഉയർന്നതോടെയാണ് ഡാം ഷട്ടറുകൾ തുറന്നത്. എരുമപ്പെട്ടി നെല്ലുവായിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. കറുകപ്പുത്തൂർ അഖിലാണം തെക്കേപ്പുറക്കൽ വീട്ടിൽ സുമേഷ്, വാസുദേവൻ, അറക്കൽ വീട്ടിൽ അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. യുവാക്കളുടെ കൂട്ടായ്മയായ പുല്ലഴി ബ്രിഡ്സ് ബോയ്സിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. കൊളങ്ങാട്ട് ഗോപിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ കുക്കർണിപ്പറമ്പിൽ ജീവധനം കാര്യാലയത്തിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ M.K. സുദർശൻ നിർവഹിച്ചു. പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ദേശഗുരുതി നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ കാളിദാസൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ദേശഗുരുതി. എളവള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അംഗൻവാടി കെട്ടിടം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മുരളി പെരുന്നല്ലി MLA അധ്യക്ഷനായി. പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ഡേ PTA പ്രസിഡന്റ് R.H. ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. മദർ PTA പ്രസിഡന്റ് അസ്മ ഷക്കീർ, പ്രിൻസിപ്പൽ ഇൻചാർജ് EV നൌഷിയ തുടങ്ങിയവർ പങ്കെടുത്തു. തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനം വ്യാപകം. നിരോധനം മറികടന്ന് തീരക്കടലിൽ കരവലി എന്ന അനധികൃത മത്സ്യബന്ധനം. വടക്കാഞ്ചേരി അകമലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. അകമല പട്ടാണിക്കാട് പ്രദേശത്തെ വനാതിർത്തിയോട് ചേർന്നുള്ള വീട്ടുവളപ്പിലാണ് ആന എത്തിയത്. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ യോഗവും ബൈക്ക് റാലിയും നടത്തി. ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി ഉദ്ഘാടനം ചെയ്തു. മാള സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ BJP മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ആവശ്യത്തിന് ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. തണ്ണീർത്തടം നികത്തുന്നതിനെതിരെ CPM കുറ്റിലക്കടവ് ബ്രാഞ്ച് കമ്മിറ്റി പെരിഞ്ഞനം വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PA സുധീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര IT മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന CSE ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന്റെ 15ാമത് വാർഷികാഘോഷം തൃശൂരിൽ നടന്നു. MSME ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തട്ടകം ചന്ദ്രാപിന്നി കൂട്ടം UAE ഒരുക്കിയ പെൻഷൻ സംഗമം ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൾ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. തട്ടകം പ്രസിഡന്റ് നിയാസ് അധ്യക്ഷത വഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ LD ക്ലർക്ക് മാതൃകാ പരീക്ഷ സംഘടിപ്പിച്ചു. 200ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. TV കാർത്തികേയൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. ആരോഗ്യ പ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനുമായിരുന്ന OS സത്യനെ അനുസ്മരിച്ചു. പെരിഞ്ഞനത്ത് നടന്ന അനുസ്മരണ സമ്മേളനം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വെൺമനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ഒളിമ്പ്യാഡിന് തുടക്കമായി. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഡാം ഷട്ടറുകൾ തുറന്നു. 4 ഷട്ടറുകൾ 7.5 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ദേശീയപാതയിൽ ചാലക്കുടി പോട്ട സിഗ്നൽ ജംഗ്ഷനിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ടെമ്പോ ട്രാവലർ ഇടിച്ച് യുവാവ് മരിച്ചു. വിയാർപുരം വാളിയേക്കൽ മാളക്കാരൻ വീട്ടിൽ 32 വയസ്സുള്ള ജീസണാണ് മരിച്ചത്. ഭാര്യ നിമിഷയ്ക്ക് പരിക്കേറ്റു. കൊണ്ടാഴിയിൽ നിർധനരായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ താക്കോൽ കൈമാറി. പാസ്റ്റർ MR ബാബു അധ്യക്ഷത വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.